നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബേക്കലിൽ വൻ കുഴൽപ്പണവേട്ട. പിടിച്ചെടുത്തത് രേഖകളില്ലാതെ കടത്തിയ 1 കോടി രൂപ. പേവിഷബാധയേറ്റ് മരിച്ച കുട്ടിയുടെ മരണത്തിൽ പ്രഥമ ശുശ്രൂഷയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടാകാമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. RG കുത്തിവയ്പ് തിരൂരങ്ങാടി ആശുപത്രിയിൽ എടുത്തില്ല. 5.5 വയസ്സുകാരി സിയ ഫാരിസ് മരിച്ചത് ഇന്ന് പുലർച്ചെ. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലക്ഷ്യമെന്ന് സർക്കാർ. ഭൂപതിവ് ചട്ടം മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന ഉറപ്പുമായി മുഖ്യമന്ത്രി. കാലുമാറ്റം തുടർക്കഥയായ മൂന്നാർ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ രാജി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദീപ രാജ്കുമാർ രാജിവെച്ചു. രാജി പ്രസിഡന്റായി തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടതിന് ശേഷം. കൊട്ടിഘോഷിച്ചു വന്ന ജർമ്മൻ ടെക്നോളജിയും പാളി. പത്തനാപുരത്ത് റോഡ് നിർമ്മാണം മുടങ്ങി. KB ഗണേഷ് കുമാറിന്റെ കോലം ശവപ്പെട്ടിയിലാക്കി ഓടയിൽ കുഴിച്ചിട്ട് പ്രതിഷേധം. പട്ടാമ്പിയിൽ രോഗികൾക്ക് ആശ്വാസ വാർത്ത. ഡയാലിസിസ് സെന്റർ തുറക്കാൻ അടിയന്തര നടപടിയുമായി നഗരസഭ. 25 ലക്ഷം രൂപ അനുവദിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ബേക്കലിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, 1 കോടി രൂപ പിടികൂടിയെന്നറിയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, കാറിൽ കടത്തുകയായിരുന്ന 1 കോടി 20 ലക്ഷം രൂപയാണ് മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദറിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. അതായത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയാണ് ഇത്തരത്തിൽ കാറിന്റെ രഹസ്യ അറയുണ്ടാക്കി അതിൽ സൂക്ഷിച്ചിരുന്നതായിരുന്നു ഇത്രയും രൂപ. എന്തായാലും മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവർക്കാണ് വിതരണം ചെയ്യാനുള്ള പണമാണിതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതായത് 8:30 മണിയോടെയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിലെ ബേക്കൽ തൃക്കണ്ണാടിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ പണം പിടികൂടുന്നത്. ജില്ലാ പോലീസ് മേധാവി PV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ബേക്കൽ DYSP VV മനോജ്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ KP ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഇത്രത്തോളം, അതായത് 1 കോടി 20 ലക്ഷം രൂപ പിടികൂടുന്നത്. നേരത്തെയും കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അനധികൃതമായി പണം കൊണ്ടുപോകവേ പിടികൂടുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയ തുക പിടികൂടുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഏതായാലും ഇതിന്റെ ഉറവിടം ആർക്കൊക്കെയാണ് ഇത് എത്തിക്കാൻ കൊണ്ടുവന്നതെന്നൊക്കെയുള്ള സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ബേക്കൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ നോട്ടുകൾ കൂടുതൽ എണ്ണുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പ്രവൃത്തികളും പോലീസ് നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു കുഴൽപ്പണ വേട്ട തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അശ്വതി, ബൈജു, മേൽപ്പറമ്പ് സ്വദേശിയാണ് ഇപ്പോൾ ഈ കുഴൽപ്പണവുമായി അദ്ദേഹം എത്തിയപ്പോഴാണ് പിടിച്ചതെന്ന് അറിയുന്നു. അയാൾ മാത്രമാണോ ഇതിന് പിന്നിലുള്ളത്? അയാളുടെ പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായും മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദർ എന്നയാളിൽ നിന്നാണ് 1 കോടി 20 ലക്ഷം രൂപ കണ്ടെടുത്തത്. ഇതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ആർക്കൊക്കെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ്, എവിടെ നിന്നാണ് ഈ പണം കൊണ്ടുവന്നത്, ഇതൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. ഇയാൾ ഇപ്പോൾ ബേക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഏതായാലും പോലീസ് അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കുഴൽപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. നേരത്തെ 20 ലക്ഷം 30 ലക്ഷം അത്തരത്തിലുള്ള പണം ഒക്കെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു തുക കാറിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ പണം ഉണ്ടായിരുന്നത്. ഇത് ആർക്കൊക്കെയാണ് വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്നത്? അത്തരം അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട്. അശ്വതി, ശരി. KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പെരുവള്ളൂരിൽ 5.5 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കുട്ടിയെ ആദ്യം എത്തിച്ച തിരൂരങ്ങാടി ആശുപത്രിയിൽ വെച്ച് ERIG കുത്തിവയ്പ് എടുക്കാത്തതായും മൊഴിയുണ്ട്. മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകാമെന്ന് പറഞ്ഞ് കുട്ടിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് 5.5 വയസ്സുകാരി സിയ ഫാരിസ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 5.5 വയസ്സുകാരിയുടെ മരണം പുലർച്ചെ 2 മണിയോടെയാണ് സ്ഥിരീകരിച്ചത്. മലപ്പുറം പെരുവള്ളൂരിലെത്തിച്ച മൃതദേഹം രാവിലെ സംസ്കരിച്ചു. നായയുടെ കടിയേറ്റ ശേഷം പ്രതിരോധ കുത്തിവയ്പ് എടുത്തെങ്കിലും കാലതാമസമുണ്ടായതിനാൽ ഫലിച്ചില്ല. പ്രഥമ ശുശ്രൂഷ നൽകുന്നതിലും വീഴ്ച പറ്റി. ക്ലാസ് 3 വിഭാഗത്തിൽപ്പെട്ട മാരകമായ മുറിവുകളാണ് കുട്ടിക്കേറ്റത്. തലയിൽ മുറിവേറ്റതിനാൽ
വേഗത്തിൽ നാഡീവ്യൂഹത്തിൽ വൈറസ് ബാധയുണ്ടായതും തിരിച്ചടിയായി. ഇപ്പം മുഖത്ത് തലയിലൊക്കെ കിട്ടുമ്പോൾ ബ്രെയിനുമായിട്ടുള്ള അടുപ്പം ദൂരം വളരെ കുറയും. അപ്പം അതിന്റെ മൂവ്മെന്റ് ഫാസ്റ്റാണ്. അപ്പൊ ഇത്രയും മൾട്ടിപ്പിൾ കുറേ മുറിവുകൾ മുഖത്തും തലയിലും മുറിവുകൾ ഉണ്ടാകുമ്പോൾ 100% ഈ ഇമ്യൂണോഗ്ലോബുലിൻ അത് എന്താ പറയാ അതിനായുള്ള വിജയകരമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല. മാർച്ച് 29-നാണ് സിയ ഫാരിസിന് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. വീടിനടുത്തുള്ള കടയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലായിരുന്നു ആക്രമണം. കുട്ടിയെ രക്ഷിക്കുന്നതിനിടെ അയൽവാസി ഉൾപ്പെടെ 5 പേരെ കൂടി നായ ആക്രമിച്ചിരുന്നു. ആദ്യം തിരൂരങ്ങാടി ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി. കടുത്ത പനി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നെ പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപതിവ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ചട്ടം രൂപീകരിക്കുന്നതിൽ സർക്കാരിനു മുന്നിൽ വലിയ തടസ്സങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മലയോര മേഖലയിൽ പട്ടയം അനുവദിക്കുന്നതിന് 1993 ഉണ്ടാക്കിയ ചട്ടത്തിന് വിരുദ്ധമാകുമോ എന്നതായിരുന്നു പ്രധാന പ്രതിസന്ധി. വീട് വെക്കാനും കൃഷി ആവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയാണ് നിയമ ഭേദഗതിയുടെ ഉദ്ദേശം. 1960-ലെ ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി നിയമസഭാ ബില്ല് പാസാക്കിയിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഭൂപതിവ് ചട്ട രൂപീകരണം അധികം വൈകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. മെയ് മാസത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. ഈ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ഇതിന്റെ അവസാന ചർച്ചയും തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ്. ഇതിപ്പോ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. മന്ത്രി VN വാസവൻ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മെയ് 5 വരെ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും. ന്യൂസ് 18 ഇടുക്കി. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതും ഏറെ അഭിമാനിക്കാവുന്ന വളർച്ചയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പുതിയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാഴ്ചപ്പാടുകളുള്ള പദ്ധതികൾ വരണമെന്നും മന്ത്രി പറഞ്ഞു. മുക്കം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റിയുടെ ലോഞ്ചിംഗ് നിർവഹിക്കുമ്പോഴാണ് മന്ത്രി കേരളത്തിലുണ്ടായ വളർച്ചയെക്കുറിച്ച് സംസാരിച്ചത്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതും ഏറെ അഭിമാനിക്കാവുന്ന വളർച്ചയാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടായി. തൊഴിൽ മേഖലയിലും കൂടുതൽ സാധ്യതകൾ തുറന്നു. പുതിയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാഴ്ചപ്പാടുകളുള്ള പദ്ധതികൾ വരണമെന്നും ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റി അതിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 43% ആയി ഉയർന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കേരളത്തിലെ ഈ 8-9 വർഷക്കാലത്തെ മാറ്റമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് ലിസ്റ്റ് എന്തെങ്കിലും അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനത്തിന്റെ പേരായി നമ്മുടെ കേരളത്തെ അടയാളപ്പെടുത്തിയെന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. മുക്കം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ വി വസീഫ് ചടങ്ങിൽ അധ്യക്ഷനായി. വെബ്സൈറ്റ് ലോഞ്ചിംഗ് ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. PTA റഹീം MLA ബ്രോഷർ പ്രകാശനം ചെയ്തു. T വിശ്വനാഥൻ, O മുഹമ്മദ് ഫസൽ എന്നിവർ സംസാരിച്ചു. മുക്കം മുസ്ലിം ഓർഫനേജ് സെക്രട്ടറി മുക്കം മോയിൻ മോൻ ഹാജി, അൻസാരി സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ CT റഹീം, ഡോക്ടർ മത്തായി, വയലിൽ അബ്ദുള്ള കോയ ഹാജി, വ്യവസായ പ്രമുഖരായ കുഞ്ഞാലി പാണ്ടികശാല, ഫസൽ, പാലക്കൽ അബൂബക്കർ, അജാസ് MM എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 മുക്കം. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദീപ രാജ്കുമാർ രാജിവെച്ചു. രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി.
മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ തുടരുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ ഇപ്പോൾ സ്ഥാനം രാജിവെച്ചത്. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ദീപ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. പാർട്ടി നേതൃത്വത്തിന്റെ വാക്ക് മുഖവിലക്കെടുത്താണ് രാജിയെന്നും പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും സ്ഥാനമൊഴിഞ്ഞ ശേഷം ദീപ രാജ്കുമാർ പ്രതികരിച്ചു. പാർട്ടി தலைமை சொல்ல கேட்டு இன்னைக்கு சுயமா ராஜிச்சிருக்கேன். இன்னைக்கு പാർട്ടി கூட தான் இருப்பேன். കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ ദിവസം 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. മാത്രമല്ല, ഒരു മാസം മുൻപ് ഇതേ അംഗങ്ങൾ ദീപ രാജ്കുമാറിന്റെ പേരിൽ വ്യാജ രാജിക്കത്തും കൈമാറിയിരുന്നു. ഇതോടെ വ്യാജമായി തന്റെ ഒപ്പിട്ട് രാജിക്കത്ത് നൽകിയത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നീട് ദീപ കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ദീപയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് ദീപ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു. ഇതോടെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനായി കോൺഗ്രസ് ദീപയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ന്യൂസ് 18 മൂന്നാർ. പത്തനാപുരം MLA റോഡ് നവീകരണത്തിനായി കൊണ്ടുവന്ന പുതിയ ടെക്നോളജി പാളി. ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് റോഡ് മികച്ചതാകുമെന്നായിരുന്നു പ്രഖ്യാപനം. റോഡ് നിർമ്മാണം മുടങ്ങിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ആധുനിക സംവിധാനമായ FDR ടെക്നോളജിയിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. റോഡ് ലെവൽ ചെയ്ത് FDR മിശ്രിതം ഇട്ടുകഴിഞ്ഞാൽ 72 മണിക്കൂറിനകം ടാർ ചെയ്യണമെന്നതാണ് പ്രധാന സാങ്കേതികത്വം. എന്നാൽ റോഡ് ലെവൽ ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ടാർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാൽനടക്കാർക്ക് പോലും ദുഷ്കരമായി റോഡ് തകർന്നു. വലിയ കുഴികളും രൂപപ്പെട്ടു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. പ്രതിഷേധാത്മകമായി പത്തനാപുരം MLA KP ഗണേഷ് കുമാറിന്റെ കോലം ശവപ്പെട്ടിയിലാക്കി റോഡിലെ ഓടയിൽ കുഴിച്ചിട്ടു. അടിയന്തരമായി റോഡ് ടാർ ചെയ്ത് സഞ്ചാരോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി 25 ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനമായി. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭാ ഭരണസമിതി. MLA ഫണ്ടിൽ നിന്ന് 1,23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിനുള്ള പ്രവർത്തികൾ നടത്തിയത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ഏറെ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമാണ് വഴിവെച്ചത്. തുടർന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച 8 ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമായി. മെഷീനുകൾ സജ്ജമാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡയാലിസിസ് സെന്റർ തുറക്കുവാനുള്ള നടപടികൾ പാതിവഴിയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഡയാലിസിസ് സെന്റർ തുറക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കാൻ തീരുമാനമായത്. മെഷീനുകളും ജനറേറ്ററും സജ്ജമാണ്. അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്ന്, ഫാബ്രിക്കേഷൻ പ്രവർത്തികൾ എന്നിവ നടത്താനുമുണ്ട്. ഇതിനായി നഗരസഭാ ഭരണസമിതി 25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ആ 25 ലക്ഷം രൂപ അനുവദിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. താൽക്കാലികമായി HMC ഫണ്ടിൽ നിന്ന് ആ പണം എടുത്ത് ചെലവഴിക്കുകയും അത് നഗരസഭ ഫണ്ട് നൽകുന്ന സമയത്ത് അത് റീകൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. നിലവിൽ ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നത്. തടസ്സങ്ങളെല്ലാം നീക്കി പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുമ്പോൾ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകും. ന്യൂസ് 18 പട്ടാമ്പി. മുക്കം കുറ്റിപ്പാല റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷ പരിപാടികൾ മുക്കം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. 10ാം വാർഷികം വിപുലമായാണ് കുറ്റിപ്പാല റെസിഡന്റ് അസോസിയേഷൻ ആഘോഷിച്ചത്. റെസിഡൻസ് അംഗം അബൂബക്കറിന്റെ വീട്ടിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ വാർഷിക ജനറൽ ബോഡി സാംസ്കാരിക സമ്മേളനം, റെസിഡന്റ് അംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത വിവിധ കായിക മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയും നടന്നു. 2020
2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളെ വാർഷിക ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുത്തു. വാർഷികാഘോഷ പരിപാടികൾ മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. വരും വർഷങ്ങളിലും കൂടുതൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനുമാണ് അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് 18 മുക്കം. വിവാഹ സൽക്കാരങ്ങൾ ആഡംബരമാക്കാൻ മത്സരിക്കുന്ന കാലത്ത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സഹജീവികൾക്ക് ഭക്ഷണപ്പൊതി ഒരുക്കി വ്യത്യസ്തരായി നവദമ്പതികൾ. ഡിവൈഎഫ്ഐ കുന്നിക്കോട് മേഖലാ ഭാരവാഹിയാണ് വിവാഹ സൽക്കാരം വ്യത്യസ്തമാക്കിയത്. ഹൃദയം തൊട്ട് പുതുജീവിതത്തിന് തുടക്കമേകിയ നവദമ്പതികൾക്ക് ആശംസകളുമായി ഗതാഗത വകുപ്പ് മന്ത്രി എത്തിയതോടെ വിവാഹം കളറായി. ഈ ദിവസം ഒരു നിമിത്തം പോലെ അത് കുന്നിക്കോട് ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ അടുത്ത് വരികയും അത് നാസിം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി നവവധുവും വധൂവരന്മാരെ ഏറ്റെടുത്തു. അവരുടെ ജീവിതത്തിലെല്ലാം നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു വിവാഹത്തിന്റെ മംഗള ആഘോഷങ്ങളുടെ ഇടയിലൊക്കെ സാധുക്കളെ ഓർക്കാൻ, അവരുടെ പട്ടിണി മാറ്റാൻ നല്ല മനസ്സ് കാണിച്ച ഈ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുപേരും ജീവിതത്തിൽ മാതൃകയാകട്ടെ എല്ലാവർക്കും. വിവാഹ ദിനത്തിൽ സൽക്കാരത്തിനായി ഒരുക്കിയ ഭക്ഷണത്തിൽ കുറച്ച് പൊതികളാക്കി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സഹജീവികൾക്ക് നൽകാമെന്ന നവവധൂവരന്മാരുടെ ചിന്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു. ഡിവൈഎഫ്ഐ കുന്നിക്കോട് മേഖലാ ഭാരവാഹിയായ നാസിഫ് ഹുസൈനും വധു അജ്മി ഹുസൈനുമാണ് തങ്ങളുടെ വിവാഹ ദിനത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്യാനായി ഭക്ഷണപ്പൊതികൾ നൽകിയത്. വിവാഹ മണ്ഡപത്തിൽ നിന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഭക്ഷണപ്പൊതികൾ ഏറ്റുവാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കൈമാറി. അവരത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ ഭക്ഷണപ്പൊതികൾ താലൂക്ക് ആശുപത്രിയിലെ സഹജീവികൾക്കായി വിതരണം ചെയ്തു. ഈ കർത്തവ്യം വളരെ മാതൃകാപരമായി കേരളത്തിലെ എല്ലാ സർക്കാർ ഹോസ്പിറ്റലുകളിലും നിർവഹിച്ചു വരുന്ന ഡിവൈഎഫ്ഐ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലും ഇതുപോലെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകി വരുന്ന പ്രവർത്തനം മാതൃകാപരമാണ്. വർഷങ്ങളായി ആ കടമ നിർവഹിച്ചു വരുന്ന ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ക്യാൻസർ സെൻ്റർ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിലും ഡിവൈഎഫ്ഐ ഇത് നിർവഹിച്ചു വരികയാണ്. വിവാഹ പാർട്ടികൾ അത്യാഡംബരമാക്കാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാസിഫിന്റെയും അജ്മയുടെയും ചിന്ത വേറിട്ടതായിരുന്നു. വിഭവസമൃദ്ധമായ ആഘോഷങ്ങളിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ യഥേഷ്ടം പാഴാക്കുന്ന സമയത്ത് ഒരു നേരത്തെ അന്നം കഴിക്കാൻ മാർഗമില്ലാതെ നൂറുകണക്കിന് പേരുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വിവാഹം. ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷ്യാഗിൻ കുമാർ, ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് S ശ്യാം, CPM കുന്നിക്കോട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് അസ്ലം, പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സജി, CPM ജില്ലാ കമ്മിറ്റി അംഗം S ബിജു, ഡിവൈഎഫ്ഐ നേതാക്കളായ രതീഷ് വട്ടവിള, അജിത്ത്, അനീസ്, ഷൈൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 പുനലൂർ. വിഴിഞ്ഞം തുറക്കുന്ന ലോകം. മറ്റൊരു പദ്ധതിക്കും ഉണ്ടാകാത്തത്ര തടസ്സങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന് നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ തർക്കങ്ങളും പ്രാദേശിക പ്രതിഷേധങ്ങളും തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വരെ എതിർപ്പുകളുണ്ടായി. എല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞം എന്ന മലയാളിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. എട്ടാം നൂറ്റാണ്ടിൽ ആയിരാജവംശത്തിന്റെ കാലത്ത് തുടങ്ങുന്നു വിഴിഞ്ഞത്തിന്റെ കഥ. തുറമുഖത്തിന്റെ കരുത്തിൽ ആയിരാജവംശം സമൃദ്ധിയിലേക്ക് കുതിച്ചു. രാജവംശത്തെ തകർക്കാൻ ശത്രുക്കൾ പദ്ധതിയിട്ടു. വിഴിഞ്ഞം തുറമുഖം പിടിച്ചെടുക്കാനായി പിന്നീടുള്ള ശ്രമങ്ങൾ, പിന്നെ നൂറ്റാണ്ടുകളോളം പല യുദ്ധങ്ങൾ. ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും തുറമുഖത്തിനു വേണ്ടി തമ്മിലടിച്ചു. 12ാം നൂറ്റാണ്ടോടെ വിഴിഞ്ഞം തുറമുഖം ക്ഷയിച്ചു. പിന്നെ പതിയെ പതിയെ ഇല്ലാതായി. ദീർഘദർശിയായ ഭരണാധികാരി ദിവാൻ CP രാമസ്വാമിയുടെ കാലത്താണ് വിഴിഞ്ഞത്തിന്റെ വികസന സ്വപ്നങ്ങളും പുനർജനിച്ചത്. തുറമുഖത്തിനു വേണ്ടി CP സർവേ നടത്തി. ഇതിനിടെ രാജഭരണം മാറി ജനാധിപത്യം നിലയിൽ വന്നു. അതോടെ വിഴിഞ്ഞവും പതിയെ മറവിയിലേക്ക് മുങ്ങാൻ തുടങ്ങി.
ജനാധിപത്യ സർക്കാരുകളുടെയും റഡാറിൽ എന്നും വിഴിഞ്ഞമുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ, തർക്കങ്ങൾ, അനിശ്ചിതത്വങ്ങൾ. കൊച്ചിയുള്ളപ്പോൾ വിഴിഞ്ഞത്തെന്തിന് മറ്റൊരു തുറമുഖമെന്ന മണ്ടൻ ചോദ്യം വരെ. അങ്ങനെ കാരണങ്ങൾ പലതാണ് സ്വപ്ന പദ്ധതിയുടെ തീരം തൊടൽ ഇത്രയും വൈകിയതിന്. 1991 കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞത്തിന് വീണ്ടും ജീവൻ വച്ചു. കരുണാകരൻ മാറി 95 AK ആന്റണി മുഖ്യമന്ത്രിയായി. MV രാഘവനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. പദ്ധതിക്കായി കുമാർ എനർജി കോർപ്പറേഷനുമായി ആന്റണി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. UDF മാറി LDF അധികാരത്തിലെത്തി. നായനാർ സർക്കാരിന്റെ കാലത്തും ചർച്ചകൾക്ക് കുറവുണ്ടായിരുന്നില്ല. പക്ഷേ പദ്ധതി മുന്നോട്ടു പോയില്ല. 2004 ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ തുറമുഖം നിർമ്മിക്കാൻ രൂപരേഖ തയ്യാറാക്കി. അടുത്ത വർഷം ടെൻഡർ വിളിച്ചു. ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യമാണ് ടെൻഡർ നേടിയത്. പ്രതിസന്ധികളുടെ അടുത്ത ഘട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. ചൈനീസ് കമ്പനിക്ക് കേരളത്തിൽ എന്ത് താല്പര്യമെന്ന ചോദ്യങ്ങൾ ഉയർന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കകളും പടർന്നു. VS അച്യുതാനന്ദൻ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. സുരക്ഷാ അനുമതിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രിയെ കണ്ടു. UPA സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന CPM സമ്മർദ്ദം ശക്തമാക്കി. ഒന്നുകിൽ അനുമതി നൽകണം, അല്ലെങ്കിൽ നിഷേധിക്കണം. ഇതായിരുന്നു ആവശ്യം. ഒടുവിൽ സുരക്ഷാ അനുമതി നിഷേധിച്ച് കേന്ദ്രം തീരുമാനമറിയിച്ചു. അവിടെ പുതിയ വഴി തുറന്നു. പുതിയ ടെൻഡറിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു. ടെൻഡറിന് മുന്നോടിയായി വിഴിഞ്ഞത്തിനു വേണ്ടി സർക്കാർ ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. അങ്ങനെ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന ഹൈദരാബാദ് കമ്പനി വിഴിഞ്ഞത്തേക്ക് വന്നു. അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. ടെൻഡറിൽ പങ്കെടുത്ത സൂം ഡെവലപ്പേഴ്സ് ലാൻകോയ്ക്കെതിരെ കോടതിയെ സമീപിച്ചു. നീണ്ട നിയമ പോരാട്ടങ്ങൾ. ഒടുവിൽ നിരാശരായി ലാൻകോ ഗ്രൂപ്പ് കരാറിൽ നിന്ന് പിന്മാറി. വിഴിഞ്ഞം വീണ്ടും അനാഥമാകുന്നു. ഇതിനിടെ 2009 തുറമുഖത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ സർക്കാർ നിയമിച്ചിരുന്നു. ഭൂ ഉടമ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു ഉപദേശം. വെൽസ്പൺ ഗ്രൂപ്പ് ടെൻഡറിൽ യോഗ്യത നേടി. പക്ഷേ അവർക്കും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. എല്ലാം അവസാനിച്ചു എന്ന നിരാശ പടർന്ന കാലം. 2013 വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നു. ഇതോടെ പുതിയ വേഗം കൈവന്നു വിഴിഞ്ഞമെന്ന സ്വപ്നത്തിന്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈകൊടുത്തു. ഡിസംബർ 15 അദാനിയുമായി ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടു. 1000 ദിവസം കൊണ്ട് ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തും. ഇതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. കരാറിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തു. പിന്നെയും അനിശ്ചിതത്വത്തിന്റെ തിരമാലകൾ വിഴിഞ്ഞം തീരത്തെ പൊതിഞ്ഞു. പ്രകൃതിദത്ത തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് പ്രകൃതി തന്നെ തടസ്സമായി. വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റിൽ പുലിമുട്ടുകൾ നശിച്ചു. കല്ലുകൾ കടലെടുത്തു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കരാറിൽ പിണറായി വിജയൻ മാറ്റങ്ങൾ വരുത്തി. വിഴിഞ്ഞം പദ്ധതിക്ക് പുതിയ ഗതിവേഗം. പ്രതിസന്ധികൾ അപ്പോഴും വിഴിഞ്ഞത്തെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. പാറയ്ക്കും ചുണ്ണാമ്പു കല്ലിനുമെല്ലാം ക്ഷാമം നേരിട്ടു. തമിഴ്നാട്ടിൽ നിന്ന് പാറ എത്തിച്ചു. പിന്നാലെ വന്ന കോവിഡ് വ്യാപനം വിഴിഞ്ഞത്തെ വീണ്ടും പിന്നോട്ടടിച്ചു. കോവിഡ് മാറി നിർമ്മാണം തുടങ്ങി. അപ്പോഴേക്കും പ്രദേശവാസികൾ സമരവും തുടങ്ങിയിരുന്നു. തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച് വിഴിഞ്ഞം തീരത്ത് സമരവേലിയേറ്റങ്ങളുടെ കാലമായിരുന്നു. പിന്നീട് മാസങ്ങളോളം സമരക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. സർക്കാർ സമരത്തെ അടിച്ചമർത്തി. പതിയെ തീരം ശാന്തമായി. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. 2024 ജൂലൈ 12 ട്രയൽ റൺ നടത്തി. ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടു. വിഴിഞ്ഞത്ത് അത്യാഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ. തടസ്സങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥകൾ അവിടെയും അവസാനിച്ചില്ല. വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ അത് തങ്ങളെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ട അയൽ സംസ്ഥാനവും അയൽ രാജ്യങ്ങളുമൊക്കെ കഴിയും പോലെ വിഴിഞ്ഞത്തിന് പാരപണിതു. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് നാട്ടിലില്ലാത്ത വ്യവസ്ഥകൾ വച്ച് കേന്ദ്ര സർക്കാരും ബുദ്ധിമുട്ടിച്ചു. തടസ്സങ്ങളെ കീറിമുറിച്ച് വിഴിഞ്ഞമെന്ന കപ്പൽ കുതിക്കുകയാണ്. രാജ്യത്തിനും കേരളത്തിനും അഭിമാനമായി. സമൃദ്ധിയുടെ നല്ല നാളുകൾ സ്വപ്നം കാണാൻ മലയാളിക്ക് കരുത്തായി. വിഴിഞ്ഞത്തു നിന്നും അരുൺ പാലോടിനൊപ്പം വി അരുൺ, ന്യൂസ് 18. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.